എന്തൊക്കെ പറഞ്ഞാലും മലയാളികളൊക്കെ കണ്ടതും കേട്ടതുമാണ് സതീഷിന്റെ ക്രൂരത. ഈ നിലയിൽ ആ പാവം പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്തിട്ടും എന്തൊരു ന്യായീകരണമാണ് നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് സതീഷ് നടത്തുന്നതെന്ന് കണ്ടില്ലേ? ഇനി അവിടുത്തെ നിയമം തീരുമാനിക്കട്ടെ. മകളുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഏതറ്റം വരെയും പോകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു കഴിഞ്ഞു. സതീഷിനെതിരെ ഷാർജയിൽ നാളെ നിയമ നടപടിക്ക് തുടക്കമിടാനൊരുങ്ങുകയാണ് അതുല്യയുടെ അനുജത്തി അഖില. കൊലപാതകം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണാകുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തത്. സ്ത്രീധനത്തിന്റെ പേരിൽ സതീഷ് ഭാര്യയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് എഫ്ഐആർ. കൂടുതൽ സ്വർണവും കാറും ആവശ്യപ്പെട്ട് മകളെ ഉപദ്രവിച്ചിരുന്നതായി അതുല്യയുടെ പിതാവ് പരാതി നൽകിയിരുന്നു. സതീഷിനെതിരെ ഷാർജയിലും നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. അതുല്യയുടെ സഹോദരിയും ഭർത്താവും നാളെ ഇന്ത്യൻ കോൺസുലേറ്റിനും ഷാർജ പോലീസിനും പരാതി നൽകും. അതുല്യ ബന്ധുക്കൾക്കയച്ച പീഡന ദൃശ്യങ്ങളും തെളിവായി കൈമാറും. അധികം വൈകാതെ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.